ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ തിരുവാതിര ആശംസകൾ നേരുന്നു കേട്ടോ. ഈ വർഷം ഞാൻ ഒരു ഏകാദശി എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തിരുവാതിരയെങ്കിലും എടുക്കാൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ തിരുവാതിര എന്തായാലും ഭാഗ്യം വെച്ചിട്ട് കിട്ടി. അപ്പോൾ രാവിലെ എണീറ്റ് നേരെ കുളിച്ചിട്ട് നേരെ അടുക്കളയിലോട്ട് പോയി കേട്ടോ. അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ആമിക്കുട്ടിക്ക് പനിയായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഈ തലേ ദിവസത്തെ വെള്ളമൊക്കെ ഞാനെടുത്ത് ഒഴിച്ച് കളഞ്ഞിട്ട് പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചു. തലേന്നത്തെ ചുക്കുവെള്ളമൊക്കെ മാറ്റി എടുത്തു വെച്ച് എല്ലാം പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ പാത്രങ്ങളും ഞാൻ കഴുകി വയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ ചുക്കുവെള്ളത്തിൻ്റെ ചെമ്പും അതുപോലെ തന്നെ അടുക്കളയിലോട്ട് കുറച്ച് വെള്ളം വയ്ക്കാനുള്ളൊരു പാത്രവും അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ആവശ്യം കറി വയ്ക്കാനൊക്കെ വെള്ളം എടുക്കാനല്ലോ എന്ന് വിചാരിച്ചിട്ട് വലിയൊരു പാത്രം കൂടെ കഴുകിയെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ കിണറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കാറ് കേട്ടോ. ഉള്ളിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കാറ് കിണറ്റിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഈ 3 പാത്രങ്ങളും കൊണ്ട് വെള്ളം എടുക്കാൻ പോകാൻ കേട്ടോ. എന്നിട്ട് ചുക്കുവെള്ളത്തിൻ്റെ പാത്രം ആദ്യം തന്നെ വെച്ചു. ചുക്കുവെള്ളം എത്ര വെച്ചാലും തികയത്തില്ല കേട്ടോ. എല്ലാവർക്കും എപ്പോഴെപ്പോഴും വെള്ളം കുടിക്കുന്നതുകൊണ്ട് ആമിക്കുട്ടി തന്നെ മിക്കപ്പോഴും അവൾക്ക് എപ്പോഴും വെള്ളം വേണം. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ചുക്കുവെള്ളത്തിൻ്റെ ചെമ്പ് ആദ്യം തന്നെ കൊണ്ടുവച്ചു കേട്ടോ. പിന്നെ ഈ ചെറിയ ചെമ്പ് അടുക്കളയത്ത് എന്തെങ്കിലുമൊക്കെ യൂസിന് വേണ്ടിയിട്ട് ചായ വെക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചെമ്പ് ഇങ്ങനെ അടുക്കളയിൽ എപ്പോഴും വെച്ചിരിക്കും കേട്ടോ. അത് കഴിയുമ്പോൾ മറ്റേ വലിയ ചെമ്പ് നമ്മൾ നിറച്ചിങ്ങനെ വയ്ക്കും. അങ്ങനെ കേട്ടോ ചെയ്യാറ്. അപ്പോൾ ചുക്കുവെള്ളത്തിന് വെള്ളം വെച്ചതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ചപ്പാത്തിയും ചെറുപയറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്മയ്ക്ക് ഗോതമ്പ് കഞ്ഞിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഗോതമ്പ് കഞ്ഞിയോട് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ചപ്പാത്തിയും ചെറുപയറും ഉണ്ടാക്കാൻ വിചാരിച്ച് ചെറുപയർ വെള്ളത്തിലോട്ട് കേട്ടോ. എന്നിട്ട് രാവിലെ കൂവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെമ്പ് എടുക്കുവാണ് കേട്ടോ. അതാണെങ്കിൽ എടുത്തതുമില്ല. അമ്മ പറഞ്ഞു ഇത്ര വലുതൊന്നും വേണ്ട, നമ്മൾ 2 പേരല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളോ പായസം വയ്ക്കുക കൂവ വയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളപ്പോൾ കേട്ടോ അങ്ങനെ ഓരോ ചെമ്പുകളൊക്കെ മേലെ നിന്ന് എടുക്കുക. അല്ലെങ്കിൽ ഞങ്ങളുള്ളപ്പോൾ കുഞ്ഞ് ഏതെങ്കിലുമൊക്കെ പാത്രങ്ങൾ എടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ മേലെ നിന്ന് എടുത്തിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. കൂവ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കുമല്ലോ എന്നുള്ളതിൽ വലിയൊരു ചെമ്പൊക്കെ എടുത്ത് വെച്ചു. അമ്മ വന്നപ്പോൾ പറഞ്ഞു ഇത്ര വലുതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുറച്ച് വെക്കുന്നുള്ളൂ, എപ്പോഴും ഇവിടെ ബാക്കിയാക്കി കളയലാണെന്ന് പറഞ്ഞിട്ട് അമ്മ ഇതിൻ്റെയും ചെറിയൊരു ചെമ്പിലാണ് കേട്ടോ കൂവ ഉണ്ടാക്കിയത്. നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഓരോ പാത്രങ്ങൾ മാറ്റി വയ്ക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയി വരുന്നതിൻ്റെ മുന്നേ തേങ്ങയെല്ലാം ചിരകി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് ഒരു മുറി ചിരകി വെച്ചു കേട്ടോ. അത് മുഴുവനായിട്ട് നമ്മൾ കൂവയ്ക്ക് എടുക്കില്ല. ബാക്കി നമുക്ക് അമ്മയ്ക്കും എന്താ പറയുക കഞ്ഞിയിലോട്ടും അതിലേക്ക് കറി വയ്ക്കാനൊക്കെ ആവശ്യമുണ്ടാവും. എനിക്കും ചെറുപയർ കറി വയ്ക്കാൻ വേണമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങയെല്ലാം ചിരകി വെച്ചു കേട്ടോ. എനിക്ക് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആമിക്കുട്ടിക്ക് പനിയായതുകൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം അവൾക്ക് ചിലപ്പോൾ വാശിയാവും. പിന്നെ അവളെ ആ നേരത്ത് കുളിപ്പിച്ച് പനിയുള്ള ആളെ കൊണ്ടുപോകാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അമ്പലത്തിൽ പോക്ക് നടന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ തേങ്ങയൊക്കെ ആദ്യം തന്നെ അമ്മയ്ക്ക് പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരകി എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ കൂവയ്ക്ക് വേണ്ട എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചു. ഏലക്കാപ്പൊടിയും അതുപോലെ തേങ്ങയും എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. കൂവ ഉണ്ടാക്കാൻ എനിക്ക് ഇപ്പോഴും ചെറിയൊരു പേടി കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ള ഇപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചുക്കുവെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടൊരു നുള്ള ചുക്കുവെള്ളത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചായ കുടിക്കാമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കട്ടൻ ചായ വെച്ചു കേട്ടോ. കട്ടൻ ചായക്ക് കുറച്ച് വെള്ളം വെച്ചു. അമ്മയ്ക്കും എനിക്കും കൂടെ വെച്ചു കേട്ടോ. അപ്പോൾ അമ്മ വന്നാൽ കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മ ഒന്നും കുടിക്കാതെ കേട്ടോ പോയേക്കണേ. അപ്പം ചായക്കുള്ള വെള്ളം തിളച്ചപ്പോൾ കുറച്ച് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളത് ഇഷ്ടമല്ല കേട്ടോ. ചിലർ ഭയങ്കരമായിട്ട് ചിലർക്ക് ഇങ്ങനെ കഴിക്കണം കട്ടൻ ചായ. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇങ്ങനെ കാണുന്ന തരത്തിലുള്ള കട്ടൻ ചായ കേട്ടോ ഇഷ്ടം. ഞാൻ അധികം കുടിക്കാറില്ല. ഇങ്ങനെ തോന്നണം അപ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് പഞ്ചസാരയൊന്നും ഇടാതെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ കുറച്ച് എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് കുറച്ച് നേരം ഉമ്മർത്തൊക്കെ പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. കാരണം അമ്മ വന്നിട്ട് വേണം ഇനി എന്താ പറയുക കൂവ ഉണ്ടാക്കാൻ. അപ്പോൾ സമയമുണ്ട്. അപ്പോൾ ചായ എല്ലാം എടുത്ത് ഞാൻ കുറച്ച് നേരം ഉമ്മർത്ത് പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആ ടൈമിലൊന്നും ആമിക്കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചുക്കുവെള്ളം കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വാൽപ്പാത്രത്തിലെടുത്തിട്ട് നമ്മുടെ മേശപ്പുറത്തോട്ട് വെച്ചു കേട്ടോ. മേശപ്പുറത്തിൻ്റെ കോലം കണ്ടാൽ പിന്നെ വേറെ ഒന്നും കാണണ്ട, അങ്ങനത്തെ തരത്തിലാണ്. കാരണം ഇന്നലെ മേടിച്ചു കൊടുക്കുന്നത് ശർക്കര ഓയിലൊക്കെ അതേപോലെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ ആമിക്കുട്ടിയുടെ കുറേ കലാവിരുത് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത് നമ്മുടെ മീനിന് തീറ്റ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവനുള്ള തീറ്റ കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ ആമിക്കുട്ടിയുടെ സ്കെച്ചും പേപ്പറും എല്ലാം മേശപ്പുറത്താണ് കേട്ടോ. അതെത്ര ഒതുക്കി വെച്ചാൽ അവൾ വീണ്ടും അതുമ്പോൾ തന്നെ കൊണ്ടുപോയിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം പുറത്ത് പോയിരുന്നിട്ട് കട്ടൻ ചായ ഇങ്ങനെ കുടിക്കുകയായിരുന്നു കേട്ടോ. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു, തിരുവാതിരയുടെ കാറ്റ്. അപ്പോഴേക്കും അമ്മ എത്തി. അമ്മ വന്നപ്പോഴേക്കും കൂവയൊക്കെ കലക്കി കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ചെറിയ പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. ഈ ഒരു ചെറിയ പാത്രത്തിലാട്ടോ അമ്മ ഉണ്ടാക്കിയത്. അപ്പോൾ
കൂവ നന്നായിട്ട് അമ്മയ്ക്ക് അതിൻ്റെ ഒരു ലെവൽ കണക്കറിയുമല്ലോ, അതുകൊണ്ട് അമ്മയ്ക്ക് കൈമാറി കേട്ടോ. എന്നിട്ട് കൂവൊക്കെ അടുപ്പത്തോട്ട് വെച്ച് ഞാനും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. കാരണം കൂവ ഉണ്ടാക്കുമ്പോൾ എന്താ നമ്മൾ എടുക്കുന്നവർ ഇളക്കണം എന്നാണല്ലോ. അപ്പോൾ കൂവ റെഡിയായി, പപ്പടം കാച്ചിയത് റെഡിയായി, അതുപോലെ തന്നെ ചെറുപഴം ഉണ്ടായിരുന്നു, റോബസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആമിക്കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞു. ആമിക്കുട്ടിക്ക് ആദ്യം വിളമ്പി കൊടുത്തു കേട്ടോ. ആമിക്കുട്ടിയുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എത്രത്തോളം പനിച്ചു എന്നുള്ളത്. അങ്ങനെ ഞാനും പപ്പടവും അതുപോലെ തന്നെ പഴവും കൂട്ടിയിട്ട് കൂവ കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല, ചപ്പാത്തിയും ചെറുപയർ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം അമ്മ ഗോതമ്പ് കഞ്ഞിയും അതുപോലെ തന്നെ മത്തനും പയറും എലിശ്ശേരിയും അമ്മ ഉണ്ടാക്കി കേട്ടോ. എനിക്ക് ഗോതമ്പ് കഞ്ഞിയോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുപയർ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ആദ്യം ചിരകി വെച്ചു കേട്ടോ. എന്നിട്ട് അമ്മ ചെറുപയർ വേവിച്ച് വെച്ചായിരുന്നു, ഞാൻ ഉണ്ടാക്കിക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ തേങ്ങ ചിരകി എടുത്തതിന് ശേഷം ഞാൻ നമ്മുടെ ചപ്പാത്തിക്ക് ആദ്യം കുഴച്ച് വെച്ചു കേട്ടോ. ആമിക്കുട്ടി ചപ്പാത്തിയുടെ ഉണ്ട കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ കുഴച്ച് വെച്ച മാവ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ട് കറിയിലോട്ട് തിരിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നേരം മാവ് ഇരിക്കുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവൾ മാവ് വേഗം തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അടുത്ത് നിന്നിട്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, വേഗം ചൂടുവെള്ളമാണ് എനിക്ക് കുഴയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നേ ഇല്ല കേട്ടോ. വേഗം കുഴച്ചതാന്ന് പറയുകയാണ് കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ ഒരുവിധം വേഗം കുഴച്ചു. ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ വേഗം കുഴച്ചുണ്ടാക്കിയിട്ട് അവൾക്ക് ആദ്യം കൊടുത്തപ്പോൾ അവളൊരു ഭാഗത്ത് പോയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കും, താ പറയണേ. എത്ര ചൂടാറുന്നവരേ നമ്മുടെ പിന്നാലെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഈ കരയ്ക്കൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ കുഴച്ചിട്ട് അവൾക്കൊരു കഷ്ണം ഒരു ഉരുള കൊടുത്തു. അപ്പോൾ അതുമ്പോൾ കുറച്ച് നേരം ഇരുന്നോളും. അതിനുശേഷം ഞാൻ അത് കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിലിട്ടു കേട്ടോ. അന്ന് വറുത്ത് വരുന്ന ടൈമിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കട്ടായി പോയി എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കോൾ ഞാൻ എടുത്തില്ല. കോൾ കട്ടാക്കിയപ്പോൾ വീഡിയോ ഓട്ടോമാറ്റിക്കലി കട്ടാവും എന്നുള്ളതൊക്കെ അറിയായിരുന്നു. പക്ഷേ ഞാൻ ആ ചിന്ത പോയില്ല. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നോക്കിയത്. അങ്ങനെ ചപ്പാത്തി എല്ലാം പരത്തിയെടുത്തു. തേങ്ങ വറുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ ചെറുപയർ പരിപ്പ് അമ്മ വേവിച്ച് വെച്ചായിരുന്നു, അതിലോട്ട് ഞാൻ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഉള്ളിയൊന്നും യൂസ് ചെയ്യാൻ പാടാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് കടുക് മാത്രം പൊട്ടിച്ചിട്ട് കൊടുത്തു. പിന്നെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ എണ്ണം കൂടിയുണ്ട്, രാത്രിക്കും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. തികയില്ല എന്നുണ്ടെങ്കിൽ ആമിക്കുട്ടി വരെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴുകി വെച്ചു കേട്ടോ. ഓരോന്നെടുത്ത് കഴുകി വെച്ചു. അതിനുശേഷം നമ്മുടെ അടുക്കളയൊക്കെ എല്ലാം വൃത്തിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ആമിക്കുട്ടിക്ക് വിശപ്പ് തുടങ്ങിയായിരുന്നു. അവൾ ഞാൻ പാത്രം പോകുന്നതിൻ്റെ ഇടയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, അവളപ്പം പഴം അങ്ങനെ എന്തോട്ടെ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്പം തന്നെ കഴിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. ഞാൻ അപ്പോൾ അവളോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് എന്താ പറയുക, അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ആ പണി അങ്ങോട്ട് പൂർത്തിയാവട്ടെ വിചാരിച്ചു കേട്ടോ. പിന്നെ അത് അവിടെ അങ്ങനെ കിടക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ ചപ്പാത്തിയും കറിയും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂവയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ. അതുപോലെ പഴമുണ്ട്. ചിലപ്പോൾ രാത്രി ഈ ചപ്പാത്തിനെ കഴിച്ചൊന്നുമില്ല. കാരണം പഴവും നമ്മൾ കൂവയൊക്കെ ചിലപ്പോൾ ഇടയിൽ കഴിഞ്ഞു പിന്നെ വിശപ്പൊന്നും കാണത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതെ ആമിക്കുട്ടി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ ചിണുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഗ്യാസ് സ്റ്റവും എല്ലാം തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആമിക്കുട്ടിക്ക് മാത്രം കുറച്ച് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ചോറ് മസ്റ്റാണ് എന്തില്ലെങ്കിലും കേട്ടോ. അപ്പോൾ എന്തൊക്കെ അസുഖം വന്നാലും അവൾ കഞ്ഞി പോലും കുടിക്കില്ല. ഇപ്പോൾ നമ്മൾ പനി വന്നപ്പോൾ അവൾ കഞ്ഞി കുടിക്കത്തില്ല. അത് ഞാനും അങ്ങനെ തന്നെ കേട്ടോ. എനിക്ക് കഞ്ഞിയോട് ഒട്ടും താല്പര്യമില്ല. ചോറ് കഴിച്ചിട്ട് ഞാൻ കഞ്ഞി കഴിക്കില്ല അങ്ങനെ കേട്ടോ. അതുപോലെ തന്നെയാണ് അവൾക്ക് പനിക്കുമ്പോഴും കഞ്ഞി കിട്ടിയില്ലെങ്കിലും ചോറായാലും മതി. അത് വെറുതെ അല്ലെങ്കിൽ അച്ചാറ് കൂട്ടിയിട്ടോ എങ്ങനെയായാലും മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു പപ്പടവും കുറച്ച് കറിയും കൂട്ടിയിട്ട് ആൾ ചോറുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ചപ്പാത്തി അമ്മ കഞ്ഞിയൊക്കെ കുടിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഉച്ച വരെയുള്ള ഒരു തിരുവാതിര. നിങ്ങളുടെ തിരുവാതിര എങ്ങനെ ഉണ്ടായിരുന്നു പറയണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്